ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരും പുതിയ ക്ലാസ്സിന് വേണ്ടി റെഡിയായിരിക്കുകയാണ് അല്ലേ? നമുക്ക് പുതിയ പാഠം തുടങ്ങാം. അപ്പോൾ അതിനു മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് പതിവ് പോലെ കൈകൂപ്പി കണ്ണടച്ച് പിടിച്ച് നിൽക്കണം കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കാരുണ്യത്താൽ കാത്തു പരിപാലിക്കുന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, നല്ല ഈ ദിവസം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദിവസം ഞങ്ങൾ അങ്ങയുടെ വചനം പഠിക്കാൻ ആരംഭിക്കുമ്പോൾ ശരിയായ രീതിയിൽ ഞങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാനായി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഇരുന്നോളൂ കേട്ടോ. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണോ? ഇഷ്ടമായിരിക്കും അല്ലേ? കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. നമുക്കൊരു കഥ, ടീച്ചർ ഒരു കഥ പറയാം. കഥ കേട്ടുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. ഒരിക്കൽ ഒരു വീട്ടിൽ ഒരു മോള് അവളുടെ പപ്പയുടെ കൂടെ ആയിരുന്നപ്പം മോൾ അവളുടെ പപ്പയോട് ഒരു സംശയം ചോദിച്ചു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ പപ്പമാരോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ടല്ലേ? മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ പേരൻസിനോട് തന്നെ ആദ്യം ചോദിക്കുന്നത്. അപ്പം മോൾ അവളുടെ പപ്പയോട് ചോദിക്കുകയാണ്, പപ്പ, നമ്മുടെയൊക്കെ ജീവിതത്തിന് എത്ര മൂല്യമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എത്രമാത്രം വിലയേറിയതാണ്? അപ്പോൾ അവളുടെ പപ്പ വേഗം തന്നെ ഒരു തിളങ്ങുന്ന ഒരു കല്ലെടുത്തിട്ട് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അവളെ കൂട്ടിയിട്ട് പറഞ്ഞു, മോളെ ബാ, നമുക്ക് അടുത്തുള്ള ടൗണിലേക്ക് പോകാം. അവളുടെ പപ്പ അവളെയും കൂട്ടിയിട്ട് അടുത്തുള്ള ടൗണിലേക്ക് പോയി. പോകുന്ന വഴി അവളുടെ പപ്പ അവളോട് പറഞ്ഞു, മോളെ, നമ്മൾ ഈ ടൗണിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നീ സ്വന്തമായി നിനക്ക് ഇഷ്ടമുള്ള ഒരാളെ കണ്ടെത്തി ഈ കല്ല് വിൽക്കാനായി നീ ശ്രമിക്കണം. പക്ഷെ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിന് എത്രയാണ് വില എന്നൊന്നും നീ അവരോട് പറയേണ്ടതില്ല. പിന്നെ എന്ത് ചെയ്യണം? ഇങ്ങനെ കാണിച്ചുകൊണ്ട് വേണം നീ അവരോട് ഇത് വേണോ എന്ന് ചോദിക്കാനായിട്ട്. മോള് സമ്മതിച്ചു. അവർ ടൗണിൽ ചെന്നു കഴിഞ്ഞപ്പോൾ മോൾക്ക് തോന്നി അവിടെ ഒരു പൂ വിൽക്കുന്ന ഒരു ചേച്ചിയെ കണ്ടു. മോൾ വിചാരിച്ചു ആ ചേച്ചിയോട് തന്നെ ആദ്യം ചോദിച്ചേക്കാം. മോൾ വേഗം പൂ വിൽക്കുന്ന ചേച്ചിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ കാണിച്ചു, പപ്പ പറഞ്ഞതുപോലെ ഇങ്ങനെ കാണിച്ചിട്ട് ചോദിച്ചു, ചേച്ചി, ഈ കല്ല് ചേച്ചിക്ക് വേണോ? അപ്പോൾ ആ പൂ വിൽക്കുന്ന ചേച്ചി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ആ ചേച്ചി എന്ത് വിചാരിച്ചു കാണും? 2 അല്ലേ? അതല്ലേ ഇത്? അതെ. അപ്പോൾ ചേച്ചി പറഞ്ഞു, മോളെ, 2 രൂപയേ ഉള്ളോ? എങ്കിൽ ഈ കല്ല് ഞാൻ എടുത്തുകൊള്ളാം. കാരണം എൻ്റെ വീട്ടിലെ പൂന്തോട്ടത്തിൽ ചെടികൾക്കിടയിലുള്ള കല്ലുകൾക്കിടയിൽ ഈ കല്ലുകൂടെ വെച്ചാൽ വളരെ സുന്ദരമായിരിക്കും. മോൾക്ക് സന്തോഷം തോന്നി. അവൾ ഓടി പപ്പായുടെ അടുത്ത് തിരിച്ചു വന്നിട്ട് പപ്പായോട് പറഞ്ഞു, പപ്പ, ഈ കല്ലിന് 2 രൂപ തരാമെന്ന് ആ ചേച്ചി സമ്മതിച്ചു. പപ്പ പറഞ്ഞു, ആയില്ല മോളെ, നീ അവിടെ ഒരു മ്യൂസിയം കണ്ടോ, അവിടെ പോയിട്ട് അവിടെയുള്ള ആളോട് ഇതുപോലെ തന്നെ കാണിച്ചുകൊണ്ട് ഈ കല്ല് വേണോ എന്ന് അവരോട് കൂടി നീ ചോദിക്കുക. മോള് ചെന്നു മ്യൂസിയത്തിലുള്ള ആളുടെ അടുത്ത് ഇതുപോലെ തന്നെ കാണിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ, ഈ കല്ല് ചേട്ടന് വേണോ? അപ്പം മ്യൂസിയത്തിലെ ആൾ ആ കല്ല് വാങ്ങിച്ച് തിരിച്ചു മറിച്ചൊക്കെ നോക്കി എന്നിട്ട് പറഞ്ഞു, മോളെ, അയാളുടെ കണ്ണിൽ ഇത് 2 അല്ല 200 മാറി അല്ലേ? 200 രൂപയേ ഉള്ളോ? എങ്കിൽ ഈ കല്ല് ഞങ്ങൾ എടുത്തുകൊള്ളാം. മോള് സന്തോഷത്തോടുകൂടി തിരിച്ച് പപ്പയുടെ അടുത്ത് വീണ്ടും വന്നു. പപ്പായോട് പറഞ്ഞു, പപ്പ, 2 മാറി 200 പപ്പ പറഞ്ഞു, മോളെ, നീ ആ ജ്വല്ലറിയിൽ കൂടി ഒന്ന് ചോദിക്കുക. അവസാനമായിട്ട് ആ ജ്വല്ലറിയിൽ കൂടി ഒന്ന് ചോദിക്കുക. മോൾ ഇതുകൊണ്ട് പോയി ജ്വല്ലറിയിലെ ആളുടെ അടുത്ത് ചെന്നു. ജ്വല്ലറിയിലുള്ള ആളെ കണ്ടപ്പോൾ അയാളുടെ അടുത്ത് ചെന്നിട്ട് ഇതുപോലെ തന്നെ കാണിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ, ഈ കല്ല് ചേട്ടന് വേണോ? അപ്പോൾ ആ ജ്വല്ലറിയിലുള്ള ആള് ഈ കല്ല് വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു, മോളെ, ഇതൊരു ഡയമണ്ട് ആണല്ലോ, 2 ലക്ഷം രൂപയാണോ ഇതിൻ്റെ വില? എങ്കിൽ ഞങ്ങൾ ഈ കല്ല് എടുത്തുകൊള്ളാം. മോൾ വളരെ അത്ഭുതത്തോടു കൂടി, അതിലേറെ സന്തോഷത്തോടു കൂടി ഓടി പപ്പായുടെ അടുത്ത് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, പപ്പ, 2 ലക്ഷം രൂപയാണ് ഈ കല്ലിന് അവർ വില പറഞ്ഞത്. ഇതൊരു ഡയമണ്ട് ആണെന്നും ആ ചേട്ടൻ പറഞ്ഞു. അതായത് ആ ജ്വല്ലറിയിലെ ആൾ പറഞ്ഞപ്പോഴാണ് ഈ കല്ലിന്റെ ശരിയായ വില, അല്ലെങ്കിൽ ഇതിന്റെ മൂല്യം എത്രയാണ് എന്നുള്ളത് ആ മോൾക്ക് മനസ്സിലായത്. നമ്മളും പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ എന്താണെന്നോ, നമ്മുടെ ജീവിതത്തിന്റെ വില എന്താണെന്നോ, നമ്മുടെ ശരീരത്തിന്റെ വില എന്താണെന്നോ, നമ്മുടെ യഥാർത്ഥ മൂല്യം എന്താണെന്നോ പലപ്പോഴും നമുക്ക് അറിയത്തില്ല. ശരിയല്ലേ? ശരിയാണല്ലേ? നമുക്ക് പലപ്പോഴും അറിയില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ നമ്മളെക്കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. സാധാരണ രീതിയിൽ നിങ്ങൾക്കറിയാം, തീയ് നമുക്ക് ചൂടേൽക്കുമ്പോൾ നമ്മൾ പൊള്ളും അല്ലേ? പൊള്ളുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അറിയാതെ കൈവലിക്കും. നമ്മളെ അത് ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചിട്ടാണോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? അല്ലല്ലേ? നമ്മുടെ ശരീരത്തിൽ തനിയെ സംഭവിക്കുന്നതാണ്. ആ ഒരു സെക്കൻഡിനുള്ളിൽ അത് തനിയെ സംഭവിക്കുന്നതാണ് അല്ലേ? അതുപോലെ മാർക്കറ്റിൽ എത്ര മെഗാ പിക്സൽ ക്യാമറകൾ ഇറങ്ങിയാലും നമ്മുടെ കണ്ണിന്റെ റെറ്റിനയുടെ ശക്തിയോളം വരില്ല അതിൻ്റെ ഒന്നും ശക്തി എന്ന് പറയുന്നത്. ഏകദേശം ഒരു ടെന്നീസ് കോർട്ടിന്റെ ചുറ്റും ഇടാൻ അത്രയും നീളമുള്ള സ്മോൾ ഇൻറ്റസ്റ്റൈൻസും ലാർജ് ഇൻറ്റസ്റ്റൈൻസും ചെറുകൂടലും വൻകൂടലും ഒക്കെ ശരീരത്തിൽ ചുമന്നുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത് അല്ലേ? അതുപോലെ നമ്മുടെ കൈയുടെ തമ്പിംബ്രഷൻ ഇതുപോലൊന്നും ഈ ലോകത്തിൽ മറ്റൊരാൾക്കും ഇല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വളരെയേറെ മൂല്യമേറിയവരും വളരെയേറെ വിലപ്പെട്ടവരും വളരെയേറെ വ്യത്യസ്തരും. ഒരാളെ പോലെ വേറൊരാൾ ഈ ലോകത്തിലില്ല. അപ്പം നമ്മൾ ഓരോരുത്തരും വളരെ വ്യത്യസ്തരാണ്. നമ്മൾ ഓരോരുത്തരും വളരെ വിലയേറിയതാണ്. അതായത് മനുഷ്യൻ, അതായത് ദൈവ സൃഷ്ടിയായ മനുഷ്യൻ വളരെ വിലപ്പെട്ടതാണ് അല്ലേ? നമ്മൾ
6ാമത്തെ പാഠം പഠിക്കുമ്പോൾ 5ാം പ്രമാണത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. 5ാം പ്രമാണം എന്താ നമ്മളോട് പറയുന്നത്? കൊല്ലരുത് അല്ലേ. കൊല്ലരുത് എന്ന പ്രമാണത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ ആ കൊല്ലരുത് എന്ന പ്രമാണം പഠിക്കുമ്പോൾ അതിൽ മനുഷ്യജീവന്റെ വിലയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന് വളരെയേറെ വിലയുണ്ട് എന്ന് നമ്മളിപ്പം മനസ്സിലാക്കി ഇല്ലേ. നമ്മുടെയൊക്കെ ജീവിതം വെറുതെ നമുക്ക് തോന്നിയതുപോലെ ജീവിച്ചു തീർക്കാനുള്ളതല്ല, വളരെയേറെ മൂല്യമേറിയതാണ്. ഇത്രയേറെ മൂല്യമേറിയതായിട്ട് നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് അയച്ചത് ആരാ? നമുക്കറിയാം, ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്നത് അല്ലേ, പഠിക്കുന്നില്ലേ? ആരാ ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മളെ? നമ്മുടെ സൃഷ്ടാവായ ദൈവം, നമ്മുടെ സൃഷ്ടാവും പരിപാലകനും ഒക്കെ ആയ ദൈവമാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അപ്പൊ ഇത്ര വിലപ്പെട്ടതായി മാറാൻ, മനുഷ്യജീവൻ ഇത്രയേറെ വിലപ്പെട്ടതായി മാറാനുള്ള കാരണം എന്താ? എന്തുകൊണ്ടായിരിക്കും ഇത്രയേറെ മൂല്യമുള്ളതായി മനുഷ്യജീവൻ മാറിയത്? എന്തുകൊണ്ടായിരിക്കും? ദൈവം എങ്ങനെയാ നമ്മളെ സൃഷ്ടിച്ചേ? ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മളെ സൃഷ്ടിച്ചത്, ശരിയല്ലേ? ദൈവം ദൈവത്തെ പോലെ തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ അതേ രൂപത്തിലും ഭാവത്തിലും ആണ് നമ്മളെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവൻ ഇത്രയേറെ വിലയേറിയതായിട്ട് മാറിയത്. അപ്പം പറഞ്ഞേ, നമ്മുടെ ജീവന്റെ ഉടമസ്ഥൻ ആരായിരിക്കും? ദൈവമല്ലേ നമ്മളെ സൃഷ്ടിച്ചത്, ഇപ്പോഴും പരിപാലിക്കുന്നത്, ഓരോ സെക്കൻഡുകളിലും നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ആള് നമ്മുടെ ദൈവമാണ് അല്ലേ. അപ്പൊ നമ്മുടെ ജീവന്റെ ഉടമസ്ഥൻ ആരാ? നമ്മുടെ ജീവന്റെ ഉടമസ്ഥൻ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞായിരുന്നു, അത് ആരാണ്? ദൈവം അല്ലേ. അപ്പൊ നമ്മൾ ആരാ? ജീവന്റെ ഉടമസ്ഥൻ. നമ്മുടെ ജീവന്റെ ഉടമസ്ഥൻ ദൈവമാണെങ്കിൽ നമ്മൾ ആരാ? പിന്നെ ആരാണ്? കാര്യസ്ഥൻ അല്ലേ. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ആരെയാ നമ്മൾ കാര്യസ്ഥൻ എന്ന് പറയുന്നേ? ഉടമസ്ഥന്റെ സ്വത്ത് നോക്കി നടത്തുന്ന ആള്, അതല്ലേ കാര്യസ്ഥൻ എന്ന് പറഞ്ഞാല്. കാര്യസ്ഥർ അതല്ലേ പ്രധാനമായിട്ട് ചെയ്യുന്നേ? ഒരാളുടെ സ്വത്ത് അല്ലെങ്കിൽ ഒരാളുടെ സ്വന്തമായത് എന്തോ അതിനെ നോക്കി അന്വേഷിച്ച് കേടുപാടുകളൊന്നും കൂടാതെ സംരക്ഷിക്കുന്ന വ്യക്തിയാണ് കാര്യസ്ഥൻ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, കാര്യസ്ഥന് ഈ സ്വത്തിന്മേൽ പൂർണ്ണ അവകാശം ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. കാരണം എന്താ പൂർണ്ണ അവകാശം ഇല്ലാത്തതിന്റെ? ഉടമസ്ഥൻ തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഉടമസ്ഥൻ ചോദിക്കുമ്പോൾ കൃത്യമായി അതിനെ സംരക്ഷിച്ചതായി മറുപടി പറയണം. ആർക്ക്? ഈ കാര്യസ്ഥന്. അപ്പൊ കാര്യസ്ഥൻ ഉടമസ്ഥന്റെ സ്വത്തിന്മേൽ പൂർണ്ണ അവകാശം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉടമസ്ഥന്റെ സ്വത്തിനെ ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ ഉപയോഗിച്ചാൽ പിന്നീട് കാര്യസ്ഥന് തന്നെ അത് പ്രശ്നമായിട്ട് വരും, ശരിയല്ലേ? അതെ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവന്റെ മേൽ ഒരുപാട് അധികാരം നമുക്ക് ഇല്ല, അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ജീവനും നമ്മുടെ ജീവിതവും ഉപയോഗിക്കാനുള്ള അവകാശം നമുക്കില്ല. കാരണം എന്താ? നമ്മുടെ ഉടമസ്ഥൻ വരുമ്പോൾ നമ്മളോട് ചോദിക്കും അല്ലെ. നമ്മുടെ ദൈവമാണ് നമ്മുടെ ജീവന്റെ ഉടമസ്ഥൻ. അപ്പൊ ദൈവം നൽകിയ ജീവൻ സംരക്ഷിക്കാനുള്ള അവകാശം മാത്രമേ നമുക്ക് ഉള്ളൂ. കൊല്ലരുത് എന്ന പ്രമാണം നമ്മളോട് ആവശ്യപ്പെടുന്നതും അതാണ്. ജീവനെ സംരക്ഷിക്കണം, ജീവനെ ആദരിക്കണം. കാരണം എന്താണ്? ദൈവം നൽകിയ ജീവനാണ് അല്ലേ. ആ ദൈവം നൽകിയ ജീവൻ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മൾ, അല്ലെങ്കിൽ ദൈവം നമ്മളെ അതിനായിട്ട് ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുകയാണ്, നമ്മളെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ നോക്കിയില്ലാതെ ഇരുന്നാൽ പറ്റുമോ? ഇല്ലല്ലേ. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ സംരക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്. നമ്മുടെ മാത്രം ജീവൻ സംരക്ഷിച്ചാൽ മതിയോ? നമ്മുടെ മാത്രം ജീവൻ സംരക്ഷിച്ചാൽ ഈ പ്രമാണത്തിന് ചേർന്ന ജീവിതമാവുമോ നമ്മുടേത്? ഇല്ലല്ലോ, ഇല്ല. നമ്മൾ നമ്മുടെ ജീവൻ സംരക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവനെ മഹത്വമേറിയതായിട്ട് നമ്മൾ കരുതുകയും വേണം. കാരണം മനുഷ്യജീവൻ എല്ലാം വിലപ്പെട്ടതാണ്. മനുഷ്യജീവൻ ദൈവത്തിന്റെ പ്രത്യേക ദാനമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം അല്ലേ. കൊല്ലരുത് എന്ന പ്രമാണം വലിയ പാപമാണ്, കൊല്ലുന്നത് വലിയ പാപമാണെന്ന് നമുക്കറിയാം. ആ തിരിച്ചറിവുള്ളപ്പോഴും നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് ഒരു കൊലപാതകം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, നിങ്ങൾ വായിച്ച് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ആരൊക്കെയാ നമ്മുടെ ആദ്യ മാതാപിതാക്കള്? ചെറിയ ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആരാണ്? ആദവും ഹവ്വായും അല്ലേ. ആദവും ഹവ്വായും, അവർക്ക് 2 മക്കളുണ്ടായിരുന്നു അല്ലേ. എന്താണ് അവരുടെ പേര്? ആരാണ്? കായേനും ആബേലും അല്ലേ. കായന്റെ ജോലി എന്തായിരുന്നു കായന്റെ ജോലി? കായൻ കൃഷിക്കാരനായിരുന്നു. ആബേൽ ആട്ടിടയനായിരുന്നു. 2 പേരും ദൈവത്തിന് ബലിയർപ്പിച്ചു. ബലിയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആരുടെ ബലിയിലാ ദൈവം പ്രസാദിച്ചത്? ആരുടെ ബലിയിലാ? കായന്റെ ആണോ ആബേലിന്റെ ആണോ? ആരുടെ ബലിയിലാ? ആബേലിന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചു. കാരണം എന്താണ്? ആബേൽ എപ്പോഴും തൻ്റെ ആടുകളിൽ അല്ലെങ്കിൽ തൻ്റെ ജോലിയിൽ നിന്ന് അവന് കിട്ടുന്ന പ്രതിഫലത്തിൽ ഏറ്റവും നല്ലതാണ് അവൻ ദൈവത്തിനായിട്ട് നൽകിയത്. അതുകൊണ്ട് ആബേലിന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചു. അപ്പോൾ ആബേലിന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചപ്പോൾ സഹോദരനായ കായേന് ആബേലിനോട് എന്ത് തോന്നി കാണും? അസൂയ അല്ലേ. അസൂയ തോന്നും. അവനോട് ദൈവം പ്രത്യേക താല്പര്യം കാണിക്കുന്നു, ഒരു അസൂയ. അപ്പോൾ എന്തു ചെയ്തു? ഒരു ദിവസം വയലിലേക്ക് വിളിച്ചു, അവനോട് കയർത്ത് സംസാരിക്കുകയാണ് കായേൻ. നിങ്ങൾ വചനത്തിൽ വായിക്കുമ്പോൾ ഒക്കെ ഒരുപാട് തവണ നിങ്ങൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വചനഭാഗമാണ് ഇത് അല്ലേ. കായേൻ ആബേലിനോട് കയർത്ത് സംസാരിക്കുകയാണ്. എന്നിട്ട് എന്തു ചെയ്തു? കായേൻ ആബേലിനെ കൊന്നുകളഞ്ഞു. നമുക്കതിന്റെ വീഡിയോ ഒന്ന് കാണാം. നിങ്ങൾ നോക്കിക്കേ ഇങ്ങോട്ട്.
കണ്ടോ നിങ്ങൾ കായൻ ആബേലിനെ കൊല്ലുന്നേ? കായൻ ആബേലിനെ കൊന്നു കളഞ്ഞു അല്ലേ? കായൻ ആബേലിനെ കൊന്നു കളഞ്ഞിട്ട് പോകുമ്പോൾ ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് അല്ലേ? നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവം കാണുന്നുണ്ട്. അപ്പോൾ കായൻ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ കായനോട് ദൈവം ചോദിക്കാതിരിക്കുകയല്ലോ, ചോദിക്കും അല്ലേ? ദൈവം എന്താ ചോദിക്കുന്നത്, ദൈവം എന്താ അതിന് മറുപടി പറഞ്ഞതെന്നൊക്കെ നമുക്ക് വചനത്തിലൂടെ ഒന്ന് നോക്കാം. നമുക്കൊന്ന് വചനഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. ഒരു ദിവസം കായൻ തൻ്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. അവർ വയലിലായിരിക്കെ കായൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. കർത്താവ് കായനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ, സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വായ് പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. ദൈവമായ കർത്താവിന് സ്തുതി. നമ്മൾ എന്താ ഈ വചനത്തിലൂടെ കണ്ടേ? എന്താ കായനോട് പറഞ്ഞത്? ദൈവം എന്താ പറഞ്ഞത്? കായനെ ശപിക്കുന്നതാണ് നമ്മൾ കണ്ടത് വചനത്തിലൂടെ അല്ലേ? അതായത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് കായനെ മാറ്റി നിർത്തുവാണ്. പൂർണ്ണമായിട്ട് ഭൂമിയിൽ എല്ലാ തരത്തിലും അവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് പൂർണ്ണമായിട്ട് ശപിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് കർത്താവ് അവനെ മാറ്റി നിർത്തുന്നതായിട്ടാണ് നമ്മൾ വചനത്തിലൂടെ കണ്ടത്. അതായത് കൊലപാതകം എന്നൊരു പാപം, അതിന് കൃത്യമായ ശിക്ഷ, അത് ശാപമേൽക്കുന്ന അത്രയും വലിയൊരു പാപമാണ്, അത്രയും വലിയൊരു ശിക്ഷയാണ് അതിന് ദൈവം നൽകുന്നതെന്ന് ഈ ഒരു വചനഭാഗത്തിലൂടെ തന്നെ നമുക്ക് കായൻ്റെ ആബേലിൻ്റെയും ഈ കഥയിലൂടെ തന്നെ ഈ വചനത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? പഴയ നിയമത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, കൊലപാതകം പാപമാണ് അല്ലെ, കൊലപാതകത്തിന് വലിയ ശിക്ഷയുണ്ട്. ഇതാണ് നമ്മൾ പഴയ നിയമത്തിലൂടെ കാണുന്നത്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ മാറ്റം വന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. മലയിലെ പ്രസംഗത്തിൽ ഈശോ പറയാണ്, എന്താണ്? കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. സഹോദരനെ വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. കൊല്ലുന്നത് മാത്രമാണോ പ്രമാണലംഘനം? ആണോ? കൊല്ലുന്നത് മാത്രമാണ് പ്രമാണലംഘനം എന്നാണോ ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്? ഈശോ നമ്മളെ പഠിപ്പിച്ചത് അതാണോ? അല്ലല്ലോ. കൊല്ലുന്നത് മാത്രമല്ല, സഹോദരനോട് കോപിക്കുന്നത് പോലും 5-ാം പ്രമാണത്തിനെതിരായ ലംഘനമാണ്. സഹോദരങ്ങളോട് അപമര്യാദയായി പെരുമാറുന്നത് എല്ലാം പ്രമാണ ലംഘനമാണ്. നമ്മൾ 1-ാമത്തെ പാഠം പഠിച്ചപ്പോൾ ടീച്ചർ ഒരു കാര്യം പറഞ്ഞു തന്നായിരുന്നു. എന്തായിരുന്നു? പ്രമാണങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞു കേൾക്കുന്ന ഒരു അർത്ഥം മാത്രമല്ല ഉള്ളത് അല്ലേ? പ്രമാണങ്ങൾക്ക് നമ്മൾ ഈ കേൾക്കുന്ന ഒരു അർത്ഥം മാത്രമല്ല ഉള്ളത്. പിന്നെ എന്തുണ്ട്? ആന്തരികമായ ഒരർത്ഥം കൂടിയുണ്ട്. ഓരോ പ്രമാണങ്ങൾക്കും അങ്ങനെ ആന്തരികമായ അർത്ഥമുണ്ട് എന്ന് നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു. ഓർക്കുന്നില്ലേ? നിങ്ങൾ പഠിച്ചതാണ്, ഓർക്കാതിരിക്കാൻ വഴിയില്ല അല്ലേ? പ്രമാണങ്ങൾക്ക് ഓരോന്നിനും ആന്തരികമായ അർത്ഥമുണ്ട്. ഇപ്പം നമ്മൾ പഠിക്കുന്ന ഈ 5-ാം പ്രമാണം, കൊല്ലരുത് എന്ന പ്രമാണം, അതിനും ആന്തരികമായ അർത്ഥമുണ്ട്. അപ്പോൾ കൊല്ലരുത് എന്ന് മാത്രമല്ല അതിനർത്ഥം. പിന്നെയോ കൊലപാതകം ചെയ്യരുതെന്ന് മാത്രമല്ല, ജീവനെ ആദരിക്കണമെന്നും ജീവനെ സംരക്ഷിക്കണമെന്നും ഒക്കെ അർത്ഥമുണ്ട്. അത് മാത്രമല്ല, എന്താണ്? മറ്റുള്ളവരോട് അപമര്യാദയായി പെരുമാറരുത്. ഈ പ്രമാണത്തിന്റെ ഗണത്തിൽ വരുന്ന പാപങ്ങളാണ് അതെല്ലാം. സഹോദരങ്ങളോട് അപമര്യാദയായി പെരുമാറുന്നത്, അതായത് നിങ്ങൾ സ്കൂളിലൊക്കെ പോകുന്നു, കൂട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കുന്നു, മോശമായ രീതിയിൽ അവരോട് സംസാരിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ച് മോശമായ രീതിയിൽ സംസാരിക്കുന്നു, അപമര്യാദയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പെരുമാറുന്നു എങ്കിൽ അത് 5-ാം പ്രമാണത്തിനെതിരായ പാപമാണ്. അതായത് കൊല്ലരുത് എന്ന് നമ്മൾ പറയുമ്പോൾ എന്ത് വിചാരിക്കും? ഈ പ്രമാണം എന്നെ ബാധിക്കുന്നതല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. നമ്മൾ അങ്ങനെയല്ല വിചാരിക്കുന്നത്. നമ്മൾ ആരെയും കൊല്ലാൻ പോവാറില്ല അല്ലേ? അപ്പോൾ 5-ാം പ്രമാണം എന്നെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. കൊല്ലരുത്, ശരിയാ, ഞാൻ ആരെയും കൊന്നിട്ടില്ല അല്ലേ? പക്ഷെ അത് മാത്രമല്ല ഈ പ്രമാണത്തിന്റെ ഗണത്തിൽ വരുന്നത്. വേറെ ഒരുപാട് പാപങ്ങൾ ഈ പ്രമാണത്തിന്റെ ഗണത്തിൽ വരുന്നുണ്ട്. അതിലൊന്നാണ് സഹോദരങ്ങളോട് അപമര്യാദയായി പെരുമാറുന്നത്. അതുപോലെ അടുത്തതാണ് സഹോദരങ്ങളോട് കോപിക്കുന്നത് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്കറിയാം, കോപം അതിൻ്റെ പ്രശ്നം എന്നാ? ദേഷ്യം. അതിൻ്റെ പ്രശ്നം എന്നാണ്? സ്നേഹക്കുറവുണ്ടെങ്കിൽ മാത്രമേ കോപം ഉണ്ടാവുള്ളൂ. ഇഷ്ടമുള്ള ഒരാളോട് നമ്മൾ കോപിക്കുമോ? ഇല്ലല്ലോ. ഒരാളോട് നമുക്ക് അമിതമായ ദേഷ്യം അല്ലെങ്കിൽ വിദ്വേഷം, അയാളോടൊരു താല്പര്യക്കുറവ് എല്ലാം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അയാളോട് കോപിക്കുന്നത് അല്ലേ? അപ്പോൾ കോപിക്കുന്നത്, സഹോദരങ്ങളോട് കോപിക്കുന്നത് പ്രമാണ ലംഘനമാണ്. 5-ാം പ്രമാണത്തിന്റെ ഗണത്തിൽ വരുന്നുണ്ട് സഹോദരങ്ങളോട് കോപിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് പ്രധാനപ്പെട്ടത്, സഹോദരങ്ങളെ ഉപദ്രവിക്കണമെന്ന് ചിന്തിക്കുന്നത്. ഇപ്പം നിങ്ങൾ കൂട്ടുകാരോട് തമ്മിൽ പിണങ്ങുമ്പോഴോ അല്ലാതെ മറ്റാരോടെങ്കിലും അവനെ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അവനോട് ഇങ്ങനെ പെരുമാറണം എന്ന് ചിന്തിക്കുകയാണ്. പക്ഷെ അത് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല, ഒന്നും ചെയ്തിട്ടും ഉണ്ടാവില്ല. പക്ഷേ ചിന്തിച്ചതല്ലേ ഉള്ളൂ, ഒന്നും ചെയ്തില്ലല്ലോ, അപ്പോൾ പാപമൊന്നും അല്ലല്ലോ അല്ലേ? പക്ഷെ ചിന്തിക്കുന്നത് പോലും
പാപമാണ്, 5-ാം പ്രമാണത്തിനെതിരായ പാപം. അതായത് സഹോദരങ്ങളെ ഉപദ്രവിക്കണമെന്നോ അവരോട് തെറ്റായ രീതിയിൽ പെരുമാറണമെന്നോ അല്ലെങ്കിൽ അവരോട് മോശമായ രീതിയിൽ അവർക്ക് ദോഷം വരുന്ന ഏതെങ്കിലും രീതിയിൽ പെരുമാറണമെന്ന് മനസ്സിൽ ചിന്തിച്ചാൽ അത് പ്രമാണലംഘനമാണ്. അത് നടപ്പിൽ വരുത്തണമെന്നില്ല. നമ്മൾ വിചാരിക്കും അത് ഞാൻ ചെയ്തില്ലല്ലോ, നടത്തിയില്ലല്ലോ, ഞാൻ ആ പാപമൊന്നും ചെയ്തില്ലല്ലോ, അപ്പം എനിക്ക് പാപമൊന്നുമില്ല അല്ലേ. പക്ഷെ നടപ്പിൽ വരുത്തണമെന്നില്ല. അത് ചിന്തിക്കുന്നത് പോലും 5-ാം പ്രമാണത്തിനെതിരായ പാപമാണ്. ഇപ്പം മനസ്സിലായോ? കൊല്ലരുത് എന്ന് പറഞ്ഞാൽ കൊല്ലരുതെന്ന് മാത്രമല്ല അർത്ഥം. ജീവനെ ആദരിക്കണമെന്നും സംരക്ഷിക്കണമെന്നും ഒക്കെ അർത്ഥമുണ്ട്. അതോടൊപ്പം സഹോദരങ്ങളോട് അപമര്യാദയായി പെരുമാറരുത്, സഹോദരങ്ങളോട് കോപിക്കരുത്, സഹോദരങ്ങളോട് എന്തെങ്കിലുമൊക്കെ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കരുത്, അങ്ങനെ ആഗ്രഹിക്കരുത്. അതും പാപമാണ് കേട്ടോ. അങ്ങനെ ആഗ്രഹിക്കാനേ പാടില്ല. നമ്മൾ എങ്ങനെയാണ് ആഗ്രഹിക്കേണ്ടത്? എങ്ങനെ ആഗ്രഹിക്കണ്ടേ? സഹോദരങ്ങൾക്ക് എൻ്റെ ദൈവമേ അവൻ അങ്ങനെ വരണേ, അങ്ങനെയാണോ പ്രാർത്ഥിക്കേണ്ടേ? അവൻ നന്മയുള്ളവനായിരിക്കണേ, എപ്പോഴും അവൾ നന്മയുള്ളവനായിരിക്കണേ, അവൻ നല്ല രീതിയിൽ ജീവിക്കണേ, നല്ല കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കണേ, അങ്ങനെ ആഗ്രഹിക്കാവൂ. അല്ലാതെ അവൻ പരീക്ഷയ്ക്ക് തോറ്റുപോണേ, അവന് മാർക്ക് കുറയണേ, എന്നെക്കാൾ മാർക്ക് അവന് കിട്ടരുതേ, അങ്ങനെയൊന്നും അല്ല പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതും പ്രമാണലംഘനമാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും ആഗ്രഹിക്കാനും ചിന്തിക്കാനും ഒന്നും മക്കൾ പോവരുത്. ഇനിയൊക്കെ ഇതുവരെ എന്തെങ്കിലും ചെറിയ ആഗ്രഹങ്ങളോ കൂട്ടുകാരുടെ കാര്യത്തിലൊക്കെ അങ്ങനെ ചെറിയ ചില ചിന്തകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് കുമ്പസാരിക്കണം. അത് മാത്രമല്ല ഇനി അങ്ങനെയൊന്നും ചെയ്യാനും പാടില്ല. ഇപ്പം നമ്മൾ പാപങ്ങളെക്കുറിച്ച് ഏകദേശം മനസ്സിലാക്കി. ഇനി ജീവനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. എങ്ങനെയാ ജീവനെ സംരക്ഷിക്കുന്നത്? നമ്മൾ എങ്ങനെയായിരിക്കും? നമുക്കുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. അത് സ്വന്തം ജീവനെ സംരക്ഷിച്ചാൽ മതിയോ? ഞാനായി എൻ്റെ കാര്യമായി, ഞാൻ എൻ്റെ ജീവൻ്റെ കാര്യം സംരക്ഷിച്ചു കൊള്ളാം, അങ്ങനെയാണോ? സ്വന്തം ജീവനെ സംരക്ഷിക്കണം. അതോടൊപ്പം തന്നെ ചുറ്റുമുള്ളവരുടെ ജീവനെ സംരക്ഷിക്കാൻ നമ്മളാൽ സാധിക്കുന്നവയൊക്കെ ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ജീവനെ ആദരിക്കണം, സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഉള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ ജീവനെ ആദരിക്കുകയും നമ്മുടെ ജീവനെ സംരക്ഷിക്കുകയും വേണം. അതോടൊപ്പം മറ്റുള്ളവരുടെ ജീവനോട് ആദരവ് പുലർത്താനും നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. അപ്പം മറ്റുള്ളവരുടെ ജീവനോട് ആദരവ് കാണിച്ചില്ലെങ്കിലോ? മറ്റുള്ളവരുടെ ജീവനോട് ആദരവ് കാണിച്ചില്ല എങ്കിൽ അതും പ്രമാണലംഘനമാവില്ലേ? ആണ് കേട്ടോ. മറ്റുള്ളവരുടെ ജീവിതത്തോടുള്ള ആദരവ് കുറവ് അല്ലെങ്കിൽ അതിനോടുള്ള മോശമായ ചിന്താഗതികൾ എല്ലാം പ്രമാണ ലംഘനമാണ്. മനുഷ്യജീവനെതിരായി പ്രധാനമായിട്ടും 2 തരത്തിലുള്ള വെല്ലുവിളികളാണ് ഉള്ളത്. ഏതൊക്കെയായിരിക്കും? എന്താണ്? സ്വന്തം ജീവനെതിരായുള്ള അപകടം വരുത്തുന്നതും ഒന്ന്, രണ്ടാമത്തേത് മറ്റുള്ളവരുടെ ജീവന് അപകടം വരുത്തുന്നതും. അങ്ങനെയല്ലേ ഉണ്ടാവുക? ഒന്ന്, സ്വന്തം ജീവൻ അപകടം വരുത്തുന്നത്. അത് തെറ്റാണ്, നമുക്കറിയാം. സ്വന്തം ജീവൻ അപകടം വരുത്താൻ പാടില്ല. സ്വന്തം ജീവനെയും ജീവിതത്തെ സംരക്ഷിക്കാൻ മാത്രമാണ് നമുക്ക് അവകാശമുള്ളൂ. കാരണം എന്താണ്? സ്വന്തം ജീവനും ജീവിതവും ഒക്കെ തന്നത് ആരാത്? നമ്മളത് ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു. ആരാ? ദൈവം അല്ലേ. നമ്മൾ വെറും കാര്യസ്ഥർ മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മാത്രമേ നമുക്ക് ഉള്ളൂ അല്ലേ. അതുപോലെ ഇനി രണ്ടാമത്തെ ഭീഷണിയാണെന്ത്? മറ്റുള്ളവരുടെ ജീവൻ അപകടം വരുത്തുന്നത്. മറ്റുള്ളവരുടെ ജീവൻ അപകടം വരുത്താനും നമുക്ക് അവകാശമില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാരണം എന്താണ്? അവർക്ക് ആ ജീവൻ നൽകിയത്, അവർക്ക് ആ ജീവിതം നൽകിയത് ആരാണ്? ദൈവമാണ്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും എന്നെ സൃഷ്ടിച്ചതുപോലെ തന്നെ വിലയേറിയതായിട്ട്, വളരെ മൂല്യമേറിയതായിട്ടാണ് എൻ്റെ ചുറ്റുമുള്ള എല്ലാവരെയും സൃഷ്ടിച്ചത്. അപ്പോൾ എൻ്റെ ജീവനെ ഞാൻ എത്ര മഹത്വം കണക്കാക്കുന്നുണ്ടോ, അല്ലെ എൻ്റെ ജീവിതത്തിന് ഞാൻ എത്ര വില നൽകുന്നുണ്ടോ, അതുപോലെ തന്നെ വില എൻ്റെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിനും ഞാൻ നൽകണം. അതാണ് പ്രമാണം നമ്മളോട് ആവശ്യപ്പെടുന്നത്. മനുഷ്യജീവനെതിരായുള്ള ഒരുപാട് തിന്മകളുണ്ട്. മനുഷ്യജീവനെതിരായുള്ള ചില പ്രവർത്തനങ്ങൾ തിന്മയായിട്ട് വരുന്നുണ്ട്. അത് ഓരോന്നും എന്തൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കാൻ പോകുന്നത്. മനുഷ്യജീവനെതിരായുള്ള പ്രധാന തിന്മകൾ എന്തൊക്കെയാണ്? കൊലപാതകം, ആത്മഹത്യ, ഭ്രൂണഹത്യ, ദയാവധം, അതുപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്, ഭീകര പ്രവർത്തനങ്ങൾ, ഇതെല്ലാം മനുഷ്യജീവനെതിരായുള്ള തിന്മകളാണ്. ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ചും വിശദമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇപ്പോൾ ഇന്ന് അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചേ? മനുഷ്യജീവനെ നമ്മൾ ആദരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ ആദരിക്കേണ്ടതെന്ന്? എന്തുകൊണ്ടാണ് നമ്മൾ ആദരിക്കേണ്ടേ? ദൈവം നമുക്ക് നൽകിയ ദാനമാണ്. നമ്മൾ അതിൻ്റെ കാര്യസ്ഥൻ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലേ. അതുകൊണ്ട് ദൈവം നൽകിയ ജീവൻ, ദൈവം ഉടമസ്ഥനായിരിക്കുന്ന നമ്മുടെ ജീവൻ സംരക്ഷിക്കണമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. കൊലപാതകം ചെയ്യരുത് എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ എന്താണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്? കൊലപാതകം ചെയ്യുന്നത് മാത്രമല്ല പാപം, പിന്നെയോ എന്താണ്? അപമര്യാദയായി പെരുമാറുന്നത്, മറ്റുള്ളവരോട് കോപിക്കുന്നത്, മറ്റുള്ളവർക്ക് മോശം വരണമേ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്, അവരെ ഉപദ്രവിക്കണമെന്ന് ചിന്തിക്കുന്നത്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്, ഇതെല്ലാം പ്രമാണലംഘനമാണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ മക്കൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പഠിച്ചതിൻ്റെ ജീവനെ ആദരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ ഉത്തരം എഴുതി വെക്കുക.
ബാക്കിയുള്ള ഭാഗങ്ങൾ പഠിച്ചിട്ട് ബാക്കിയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നോട്ടിലേക്ക് എഴുതിയാൽ മതി. ഓരോ ദിവസത്തെയും പാഠഭാഗങ്ങൾ, ഓരോ ക്ലാസ്സുകളിലും പഠിക്കുന്ന പാഠഭാഗങ്ങൾ അന്നന്ന് തന്നെ നോട്ടിൽ എഴുതി വെക്കണം. നോട്ടിൽ എഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ നോട്ട് എഴുതാൻ തരുന്ന ഭാഗങ്ങൾ അപ്പോൾ തന്നെ എഴുതി വെക്കണം. അന്നന്ന് തന്നെ പഠിക്കാനായിട്ട് പരിശ്രമിക്കണം. എല്ലാം കൃത്യമായിട്ട് പഠിച്ച് മിടുക്കരായിട്ട് തന്നെ മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ മാതാപിതാക്കളെ ബഹുമാനിച്ച് അവരോട് ആദരവ് പുലർത്തി, അതൊക്കെയല്ലേ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചേ? അതൊക്കെ ചെയ്യുന്നുണ്ടോ? മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിലൊക്കെ മാറ്റം വരുത്തിയെന്ന് വിചാരിക്കുന്നു. കൂട്ടുകാരോടും സഹോദരങ്ങളോടും ഒക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറി. നല്ല കുഞ്ഞാണ്, നല്ല കുട്ടിയാണ്, അവനെ കണ്ടു പഠിക്കുക, അവളെ കണ്ടു പഠിക്കുന്നൊക്കെ മറ്റുള്ളവർ പറയുന്ന രീതിയിൽ നല്ല മിടുക്കരായിട്ട് പഠിച്ചു വളരുക. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്നേ, കൈകുപ്പി കണ്ണടച്ച് പിടിച്ച് നിൽക്കണം കേട്ടോ. കർത്താവായ ഈശോയെ, ജീവൻ എന്ന അമൂല്യദാനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് ദാനമായി നൽകിയതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നല്ല ഈശോയെ, ജീവൻ്റെ കാര്യസ്ഥർ മാത്രമായ ഞങ്ങളെ ഞങ്ങളുടെ ജീവൻ്റെ ശരിയായ മഹത്വം തിരിച്ചറിയാൻ സഹായിക്കണമേ. പൂർണ്ണ ഹൃദയത്തോടു കൂടി അങ്ങയെ അനുസരിച്ച് ചുറ്റുമുള്ളവരിലെല്ലാം അങ്ങയെ കണ്ടുകൊണ്ട് അങ്ങയുടെ നന്മ ചുറ്റുമുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.